ഹെൽമെറ്റ് തല വയ്ക്കൂ, തല വയ്ക്കൂ, വെച്ചോളൂ, 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 തല വയ്ക്കൂ, തല വയ്ക്കൂ, തല വയ്ക്കൂ. അത് വെച്ചോളൂ, 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 വെച്ചോളൂ. ചിൻ സ്ട്രാപ്പ് ഉണ്ടോ? ചിൻ സ്ട്രാപ്പ് ഇട്ടോളൂ. ചിൻ സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഈ സംഭവം ചിൻ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇതും കൂടെ ഇട്ടോളൂ. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം, ചിൻ സ്ട്രാപ്പ് ഉപയോഗിക്കണം കേട്ടോ. അപകടം ഉണ്ടാകാത്ത കേരളം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇനിയൊന്നും അപകടം ഉണ്ടാക്കാൻ പാടില്ല. അപകടങ്ങൾ കണ്ടിട്ടില്ലേ എത്ര അപകടങ്ങൾ വരുന്ന ഒരു ദിവസം? ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെരി ഗുഡ്. പെട്രോൾ കഴിച്ചോ? ഹലോ, ഹാപ്പി ജേണി. ഏട്ടാ ഹെൽമെറ്റ് വയ്ക്കണം, ചിൻ സ്ട്രാപ്പ് ഉപയോഗിക്കണം. ഓക്കെ, നല്ല ഡ്രൈവിംഗ്. മോനെ ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റ് വെക്കാതെ എന്താ? ഹെൽമെറ്റ് വെക്കണം കേട്ടോ. എന്നാ ഹെൽമെറ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു മുട്ടായി വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത വർഷം വരുമ്പോൾ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം കേട്ടോ. വീണാലേ ചിലപ്പോൾ തറയൊക്കെ തറയിടിക്കും, മറ്റേ പൊട്ടിപ്പോ അങ്ങനെ അത് സംഭവിക്കാൻ പാടില്ല. നല്ല കാര്യമാണ്, ഹെൽമെറ്റ് വെക്കണം കേട്ടോ. ഡ്രൈവിംഗ് ആണല്ലോ, കറക്റ്റായിട്ട് അളന്ന് പിടിച്ച് വെച്ചിരിക്കുക കേട്ടോ. എന്നാ ഒരു സമ്മാനമുണ്ട്, പിടിച്ചോളൂ. ഡ്രൈവിംഗ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ മസ്കോട്ടാണ് ഈ മോട്ടു. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും നിർദ്ദേശപ്രകാരമാണ് ജനങ്ങളിൽ റോഡ് സുരക്ഷയെപ്പറ്റി അവബോധമുണ്ടാക്കാനാണ് നമ്മുടെ മോട്ടുവിന് രംഗത്തിറക്കിയിരിക്കുന്നത്. സാധാരണ എന്തെങ്കിലും നമ്മൾ റോഡ് നിയമങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടുവിനെ പോലെ നമ്മൾ തടിയനായിട്ടുള്ള മോട്ടുവിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായും പെഡസ്ട്രിയൻ ക്രോസിംഗ്, ആളുകൾക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് കാൽനട യാത്രക്കാർക്ക് അതുപോലെ തന്നെ ബാക്കി അതർ റോഡ് യൂസേഴ്സിനാണ്. അപ്പോൾ ഈ കാൽനട യാത്രക്കാർക്കുള്ള അപകടങ്ങൾ കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കും ഒരുപോലെ തന്നെ ബോധ്യപ്പെടുത്താനാണ് മോട്ടുവിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ തന്നെ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വാഹനം വരുമ്പോൾ അതിന് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് മുന്നേ ഒരു സ്റ്റോപ്പ് ലൈൻ വേണം. പക്ഷേ ഒരു വാഹനവും സ്റ്റോപ്പ് ലൈൻ നിർത്തുന്നില്ല. അവർ ആൾക്കാരെ കണ്ടാൽ തന്നെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ കണ്ടാൽ തന്നെ ആൾക്കാർ കയറിയിരിക്കുന്ന കണ്ടാൽ തന്നെ റോഡിലേക്ക് വാഹനം കയറ്റുന്ന ഒരു പ്രവണതയാണുള്ളത്. അത് ജനങ്ങളിൽ കൂടുതൽ അവബോധം പിഴ അടപ്പിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതിലും കൂടുതൽ നന്നായി ഈ മോട്ടുവിനെ കൊണ്ട് നമുക്ക് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് കഴിഞ്ഞ മാസം റോഡ് സുരക്ഷാ മാസ ആചരണത്തിൻ്റെ ഭാഗമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തുന്നത് കൊണ്ട് തുടർന്നും ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെയും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇനി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മൾ സീബ്ര ലൈൻ എത്തുമ്പോഴത്തേക്ക് ഒരു സീബ്ര ലൈനിൽ ആരെങ്കിലും ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്നതാണ്. ആ സീബ്ര ലൈനിൽ പെഡസ്ട്രിയൻ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ, അവരാണ് അതിൽ രാജാവ്. അപ്പോൾ ആ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ സ്റ്റോപ്പ് ലൈൻ അവിടെ വാഹനത്തിൻ്റെ ഡ്രൈവർമാർ വാഹനം നിർത്തിയിരിക്കണം. അതാണ് നിയമം. ജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നിയമങ്ങൾ പാലിക്കാൻ കുറച്ച് ആൾക്കാർക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്നത്. ഫൈൻ കോടതി തീരുമാനിക്കുന്നതാണ്. നമ്മൾ നേരിട്ട് ഫൈനൽ നമ്മൾ കേസ് ചാർജ് ചെയ്ത് നമ്മൾ കോടതിയിലേക്ക് അത് സബ്മിറ്റ് ചെയ്യും. കോടതിയിൽ നിന്ന് അതിൻ്റെ തീരുമാനമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. ഞാൻ മോട്ടു. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നേരെ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മോട്ടു കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കാൽനട യാത്രക്കാർക്കുടെ മുൻഗണന, അതാണ് മോട്ടു ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഈ സീബ്ര ലൈനിൽ നിൽക്കുന്ന കാൽനടക്കാർക്ക് ഒരു മുൻഗണന കിട്ടുന്നില്ല. 90% ആൾക്കാർ ഇപ്പോൾ നിയമം പാലിച്ചാണ് പോകുന്നത്. അപ്പോൾ മോട്ടുവിൻ്റെ കയ്യിൽ ഒരു ഗതയുമുണ്ട്, ഒരു മുട്ടായുണ്ട്, ഒരു ചോക്ലേറ്റും ഉണ്ട്. അപ്പോൾ റോഡ് സുരക്ഷ പാലിക്കുന്നവർക്ക് മോട്ടു മുട്ടായി കൊടുക്കും, പാലിക്കാത്തവർക്ക് ഒരു സ്നേഹ സമ്മാനം എന്ന് വിചാരിച്ച് ഈ ഗത കൊണ്ടുള്ള ഒരു ചെറിയ സ്നേഹ ഫലം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധവൽക്കരണമാണ് മോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.